ഒരു ക്യാമ്പാണെന്നാണ് എൻ്റെ ഊഹം. സാറാണ് അതിന് കാരണം. ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഭാഗത്താണ് തെറ്റ്. അച്ഛൻ ഇത് അറിഞ്ഞിട്ടില്ല, അച്ഛൻ അറിഞ്ഞ പ്രശ്നമാണ്. ഹായ്, 16 വർഷങ്ങളോളമായി ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പരിശീലന പ്രോഗ്രാമുകൾ, ഷോയൊക്കെ ചെയ്യുന്ന 3500ഓളം പ്രോഗ്രാമുകളാണ് ഇതുവരെ ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് നല്ല അനുഭവങ്ങൾ, ചിലപ്പോൾ മോശമായ അനുഭവങ്ങൾ, ചിലപ്പോൾ വിഷമങ്ങളുണ്ടാവുന്നു, ചിലപ്പോൾ സർപ്രൈസുകളും സന്തോഷവും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു സീരീസ് എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് അത്രയധികം ശീലം എനിക്കില്ല. പതുക്കെ നമുക്ക് ശരിയാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കമൻറ്റുകളിലൂടെ നമുക്ക് സംവദിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ കുറേ ഓർമ്മകളിൽ നിന്ന് പറയേണ്ടി വരും. ഒരു ദിവസം രാവിലെ എന്നെ ഒരു ടീച്ചർ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, സാർ, മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്, സാറിന് ഓർമ്മയുണ്ടോ, ഞങ്ങളെ സ്കൂളിലേക്ക് സാറ് വന്നിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഓർമ്മയുണ്ട്, 2 വർഷം മുമ്പ് വന്നിരുന്നു. എന്താ വിളിച്ചത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കുട്ടിക്ക് അവൾക്ക് 10ാം ക്ലാസ്സിലെ എക്സാം എഴുതാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, അത് പറ്റുന്നില്ല സാർ, അവൾക്ക് എക്സാം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ആകെ കുഴയുന്ന പോലെ, അവൾ എക്സാം എഴുതുന്നില്ല എന്ന് പറയുന്നത്, അവൾക്ക് പറ്റുന്നില്ല, എഴുതുന്നില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കൗൺസിലിംഗ് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അതല്ല സാറേ, ഇത് സാറ് കേൾക്കണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറാണ് അതിന് കാരണം എന്ന്. ഞാൻ ഞെട്ടി. ഞാനോ? അതെ, 2 വർഷം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നല്ലോ ക്ലാസ് എടുക്കാൻ. അപ്പോൾ ഈ കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു ഡയലോഗാണ് ഈ കുട്ടിക്ക്, അന്ന് ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ ഡയലോഗാണ് ഈ കുട്ടിക്ക് എക്സാമിനോടൊരു വിരോധമുണ്ടാക്കിയത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കൊരു വിറയൊക്കെ വന്നു. ഈ ദൈവം നമ്മളെന്താണ് അങ്ങനെ പറഞ്ഞു പോയത് അബദ്ധത്തിൽ എന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നീട് മൊത്തം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എന്താ സംഭവം എന്ന് അറിയും. ഞാനിങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ അടിപൊളി പ്രോഗ്രാമായിരുന്നു, നമ്മളിങ്ങനെ ഹരത്തിലായിരുന്നു ഞാനും പിള്ളേരൊക്കെ കൂടിയിട്ട്. അന്ന് നമ്മൾ സ്കൂളും കോളേജൊക്കെ ക്ലാസ് എടുക്കുന്ന സമയമാണ്. ഇപ്പോഴാണ് അതൊക്കെ നിർത്തിയത്. ഞാൻ ആ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചേ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പറയാം. ഒരു ക്യാമ്പാണെന്നാണ് എൻ്റെ ഊഹം. അപ്പോൾ ആഗ്രഹങ്ങൾ, അപ്പോൾ പിള്ളേർക്കിങ്ങനെ ആഗ്രഹങ്ങൾ പറയാം. ഓരോരുത്തർക്ക് IAS, IPS, IFS, IRS, പിന്നെ എന്താണ്, ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, അങ്ങനെ ഭയങ്കരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഓരോരുത്തരിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മളതിൽ കമൻ്റ് അടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ചിലവർക്ക് കൈയടിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യം പറഞ്ഞതാണ് എനിക്ക് പിന്നെ ഓർമ്മ. അത് ഞാൻ വേറെ എപ്പിസോഡിൽ പറയാം. ഒരുത്തൻ പറഞ്ഞു, എനിക്ക് പട്ടാളക്കാരനാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആദ്യം ഒരു ഉണ്ട കയറാനുള്ള ശരീരം ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞു. അത് ബോഡി ഷെയ്മിങ് ആണെന്ന് അന്ത കാലത്ത് അറിയില്ലായിരുന്നു. ഇത് 15 വർഷം മുമ്പത്തെ കഥയെ പറയട്ടോ. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം അത് ശരിയായ കാര്യമല്ല. ഇപ്പോൾ ആ പയ്യൻ ഇത് ഈ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാവും. അപ്പോൾ ഇതെന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി, ഞാനീ പറയുന്ന ഈ പ്രസ്തുത കുട്ടി, അവളെ എന്നിട്ട് പറഞ്ഞു, എനിക്ക് IPS കാര്യമാണ്, ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ ഇവളാണെങ്കിൽ പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഷൈ ആയിട്ട് മടിയോട് കൂടിയിട്ടാണ് എഴുന്നേൽക്കണത്. അപ്പോൾ ഞാനപ്പോൾ തന്നെ പറഞ്ഞു, ഇത്രയും നാളാണെങ്കിൽ നീ IPS ആവില്ല, നിനക്കതിന് പറ്റൂല എന്ന് പറഞ്ഞു. ടിങ് പറഞ്ഞു. അത് തമാശയിൽ പറഞ്ഞാ. പിള്ളേരൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു. കുട്ടി അവിടെ അവളും ചിരിച്ചു. ഇത്ര അങ്ങനെ നാണത്തിലാണോ IPS പറയുക? അപ്പോൾ ഏതെങ്കിലും കേസൊക്കെ വരുമ്പോൾ ഇവള്, അയ്യോ ഞാൻ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ നിൽക്കുക. ആ കുട്ടി 8ാം ക്ലാസ്സിലാണ്. IPS 6 വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ്. പക്ഷേ അത് IPS എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കുന്നൊരു എനർജി ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്, തമാശയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അന്നത് കഴിഞ്ഞു, ക്ലാസ്സൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു പോയി. പക്ഷേ ഈ കുട്ടി, ഞാൻ പറഞ്ഞ ആ ഡയലോഗ് അവിടെ കിടന്നു. നീ ആവില്ല, ഇത്രയും നാണാണെങ്കിൽ നീ IPS ആവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ആ കുട്ടിയുടെ ബ്ലോക്കായിട്ട് കിടന്നു, ഒരു ഇഞ്ചക്ഷൻ പോലെ അവിടെ കിടന്നു. 2 വർഷം കഴിഞ്ഞിട്ട് SSLC എക്സാമിന് മുമ്പാണ് ഇത് പോപ്പപ്പ് ചെയ്യുന്നത്. ഇവൾക്ക് ആകെ ബ്ലോക്ക് വരുന്നു. 9ാം ക്ലാസ്സിലെ എക്സാം എഴുതിയതാണ് ആ കുട്ടി, 10ാം ക്ലാസ്സിലെ ഹാഫ് ഇയറിലെ എക്സാം ഒക്കെ എഴുതിയതാണ്. പക്ഷേ ഇപ്പോഴാണ് പോപ്പപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഈ ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ ആരോടെങ്കിലും പേരൻസിനോട് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, അമ്മയോട് സംസാരിക്കാം, അച്ഛൻ ഇത് അറിഞ്ഞിട്ടില്ല, അച്ഛൻ അറിഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ അമ്മ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അമ്മ എന്നെ വിളിച്ചു. സംസാരിച്ചപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ, സംസാരത്തിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു.
സാറേ ഇവൾക്ക് സംസാരത്തിൽ വിക്കോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ ഒരു വിക്ക് വരുന്നൊരു പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു അച്ഛൻ, പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥന ചെയ്യുന്നു, ഒരു പ്രോഗ്രാമിനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ടി വി സ്ക്രീനിൽ ഈ അച്ഛൻ്റെ ഫോൺ നമ്പർ ലൈവായിട്ടാണ്. അപ്പോൾ ഈ കുടുംബം അദ്ദേഹത്തിന് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ ടി വിയിൽ തൊട്ട് നിന്നാൽ മതി, ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ അസുഖം മാറി എന്നാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് കുറേ മുമ്പ് ആ കുട്ടിക്ക് ഉണ്ടായതാണ്. അപ്പോൾ എനിക്കൊരു സാധനം കത്തി. അതായത് ഒരാളുടെ വാക്കുകൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ആളാണ് ആ കുട്ടി എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഗത്ത് തന്നെ ഞാൻ പറഞ്ഞു, ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ നാളെ രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും സ്കൂളിൽ, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം, പറ്റുമെങ്കിൽ അമ്മയോ ഒന്ന് കാണണം. കാരണം ഞാനാണല്ലോ ഇത് പറഞ്ഞത്, അപ്പോൾ ഞാൻ തന്നെ അത് മാറ്റിയേക്കാം. പിന്നെ കൂടുതൽ വലിയ കൗൺസിലിങ്ങിലേക്കൊക്കെ പോകണമെങ്കിൽ അത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ചെയ്യട്ടെ. പക്ഷേ ഫസ്റ്റ് ചെയ്തത് ഞാനൊന്ന് കണ്ടിട്ട് അത് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. രാവിലെ 8 മണിക്ക് കാർ എടുത്ത് പിറ്റേ ദിവസം പ്രോഗ്രാം ഞാൻ ക്യാൻസൽ ചെയ്തു. അതാണ് കാരണം, അതിപ്പോൾ എത്രയും പെട്ടെന്ന് നടത്തണം. ഞാൻ 3 മണിക്കൂർ കാർ ഓടിച്ച് അവിടെ എത്തി. എന്നിട്ട് അപ്പോൾ പ്രിൻസിപ്പളും എല്ലാവരും വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കുറ്റബോധമുണ്ട്, കാരണം ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, സാറില്ല, പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് എനിക്ക് വിട്ടു തന്നു, ആ കുട്ടിയെ വിളിച്ചു എന്നെ. എന്നിട്ട് ഞാൻ അവളോട് സംസാരിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിൻ്റെ മനസ്സിൽ ആ വാക്കുകൾ ഇങ്ങനെ കയറിയല്ലോ, അത് വരുത്തിയത് ഞാനാണല്ലോ, ഞാൻ തന്നെ പറയുന്നു, നീ മിടിക്കുകയാണ്, നിന്നെക്കൊണ്ട് പറ്റും. ഈ കൗണ്ടർ ഇഞ്ചക്ഷൻ എന്ന് പറയും, കൗണ്ടറായിട്ട് ഞാൻ പറഞ്ഞ ആ മോശം വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഞാൻ തന്നെ കുറേ നല്ല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഒരു ട്രിഗറിങ് എന്നൊക്കെ പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് യെസ്, നിന്നെക്കൊണ്ട് പറ്റുന്ന ഇങ്ങനെ അടിച്ചു കൊടുക്കുക, ടിക്. ഓക്കെ, എനിക്ക് എഫക്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ സയൻസും സയൻറ്റിഫിക്കൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നൊരു സംഗതിയാണ്. സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊരു കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇതിപ്പോൾ എനിക്ക് 3 ദിവസം കഴിഞ്ഞാൽ 2000 പേരുടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞാൽ ആളുകളൊക്കെ കൈയടിക്കും എന്നുള്ള സാധനമൊക്കെ ഞാനിപ്പോൾ തന്നെ സങ്കല്പിച്ച് ഇങ്ങനെ അടിച്ച് വയ്ക്കും. അപ്പോൾ സുഖമാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയിൽ നമുക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അടിക്കും. അതാണ് ട്രിഗറിങ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അവൾ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഞാൻ സംഗതികളൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചു. പിന്നെ ഒരു മെഡിറ്റേഷൻ പോലെ ചെയ്തു. എന്നിട്ട് അവൾക്ക് ഇങ്ങനെ സജഷൻസ് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവളെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവൾ അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ടു. എന്താ പറയുക, എനിക്കും വലിയ സന്തോഷവും ആയി. അങ്ങനെ ഞാൻ പോന്നു. പിന്നീട് ആ റിസൾട്ട് വരുമ്പോൾ എല്ലാവരേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഞാനാണ് കാത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ റിസൾട്ട് അല്ലായിരുന്നു, എനിക്ക് ആ കുട്ടിയുടെ റിസൾട്ട് എന്താകുമെന്നായിരുന്നു. അവൾ ഗംഭീര മാർക്കോടുകൂടി വിജയിച്ചു, അതിഗംഭീരം. എന്നിട്ട് അവളും അമ്മയും കൂടി എന്നെ വിളിച്ചു. അവൾ അച്ഛനത് അറിയില്ല, ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് അറിയാം, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. ആ കുട്ടി ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്, നമ്മുടെ ചില വാക്കുകൾ ആളുകളെ മുറിവേൽപ്പിക്കും. ചില സമയത്ത് ചില ലേബലിങ് അടിച്ചു കൊടുക്കുന്നതേ മുറിവേൽപ്പിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരു വേദിയിൽ നിന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ മൈക്കിലൂടെ ഒക്കെ പറയുന്നത് അതിശക്തമായി ചിലവരുടെ മനസ്സിൽ കേൾക്കും. അതായത് ഈ പ്രൊഫഷന് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട്, ദോഷമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് ഉത്തരവാദിത്തോടു കൂടി ചെയ്താൽ നമ്മൾ പറയുന്നൊരു വാക്ക് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് കൊടുക്കും. ഉണ്ടല്ലോ, നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുന്നത് സെയിൽസ് കൂട്ടാൻ പറ്റും. നമ്മൾ തന്നെയാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത്. അതായത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തളരാതെ ചെയ്യണം എന്ന് നമ്മളവിടെ നിന്ന് പറയുന്നത് ചിലവർക്കൊരു മൊത്തത്തിലുണ്ട് കയറും കയറും. ഒരു പിന്നെ ബിസിനസ്സുകാരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ അത് പറയാം, ഞാൻ കട അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിട്ട് വന്ന ആളാണ് ഞാൻ. പക്ഷെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഒന്ന് കാര്യമായിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി ചെയ്യണം. ഞാൻ പറഞ്ഞു, ഡബിൾ യുവർ എഫേർട്ട് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇരട്ടി
ഇരട്ടി എഫേർട്ട് എടുക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞൊരു സെൻറ്റൻസ് അയാളുടെ തലയിൽ കയറി. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ പൂട്ടാൻ വേണ്ടി വന്ന ആളാണ്, ഇപ്പം ഞാനതിൻ്റെ ഇരട്ടി ചെയ്യാനാണ് തീരുമാനിച്ചിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ആളുകളെ വളരെ പോസിറ്റീവായിട്ടും മോശമായിട്ട് പറയുകയാണെങ്കിൽ വളരെ നെഗറ്റീവായിട്ടും പിന്നെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ എൻ്റെ ലൈഫിലൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. എന്തായാലും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല റിസൾട്ട് കിട്ടി, ടീച്ചേഴ്സിനൊക്കെ ഹാപ്പി, അമ്മയും പിന്നെ എല്ലാവരും ഹാപ്പി, ഇപ്പം ഞാനും ഹാപ്പി. മാത്രമല്ല അതിന് ശേഷം ഇത് വളരെ ഡെലിബറേറ്റ്ലി ആരെയും മോശമായിട്ടൊന്നും പറയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു.